കേരളത്തിൻ്റെ ആരോഗ്യ മേഖല രാജ്യത്തിന് തന്നെ മാതൃകയാണ്. ഇതൊരു ഭംഗിവാക്കിനുള്ള പ്രസ്താവനയല്ല. ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പായിട്ടുള്ള കാര്യമല്ല. ശരിയായ കാര്യങ്ങൾ വരുമ്പോൾ ഇത് വസ്തുതയല്ല, തട്ടിപ്പാണ് എന്ന് പറയുന്നതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് ഞാൻ പറയുന്നത്. ഇപ്പോൾ ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക്, ഇതിലൊക്കെ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന അവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. രാജ്യത്തെ ഒന്നാമത് എന്ന് പറയുന്നത് ഒരു ആശ്ചര്യകരമായ കാര്യമല്ല. പക്ഷേ സമ്പൽ സമൃദ്ധമാണല്ലോ അമേരിക്ക. അവിടുത്തെ ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക് ഒക്കെ താരതമ്യപ്പെടുത്തിയാൽ അവരുടെ മുന്നിലാണ് കേരളം നിൽക്കുന്നത്. അവിടെ ശിശുമരണ നിരക്ക് 5.6 നമ്മുടെ നാട്ടിൽ 5. അപ്പോൾ അമേരിക്കയെ കവച്ചു നിൽക്കുന്നതെന്നർത്ഥം. ഇത് പറഞ്ഞാൽ ചിലർ പറയും, അത് ശരിയല്ലേ, ഈ തട്ടിപ്പാണ്, ശരിയായ കാര്യമല്ല. ഏതാ ശരിയായ കാര്യം? നമ്മൾ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന അവസ്ഥ അതാണോ ശരിയായ കാര്യം? ഇപ്പോൾ മറ്റൊരു കാര്യം, നമ്മുടെ ആയുർദൈർഘ്യം 77 വയസ്സാണ്. രാജ്യത്ത് മുന്നിൽ നിന്നത് തർക്കമില്ല. ആഗോള ശരാശരി ആയുർദൈർഘ്യം എത്രയാണ്? 73.5. 73.5. കേരളം 77. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഇതൊന്നും ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പല്ല, യഥാർത്ഥ വസ്തുതയാണ്. എല്ലാവർക്കും അറിയാം, യഥാർത്ഥ വസ്തുതകൾ മാത്രമേ സാധാരണ പറയാറുള്ളൂ ഞങ്ങൾ. ഇത്തരം നേട്ടങ്ങൾ യാദൃശ്ചികമായി സംഭവിച്ചതല്ല നമ്മൾ കാണുന്നു. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി ആരോഗ്യരംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ നടത്തി വന്ന ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകൾ 2016 മുതൽ 21 വരെ നടന്ന കാര്യം, 21 ശേഷം അതിൻ്റെ തുടർച്ചയായി നടന്ന കാര്യം. അതുകൊണ്ടാണ് ഇതൊക്കെ നേടാൻ കഴിഞ്ഞത്. 21 തുടർഭരണം സമ്മാനിച്ചപ്പോൾ ആ തുടർഭരണത്തിൻ്റെ പ്രത്യേകത എന്താ? സാധാരണ നമ്മൾ നേരത്തെ കണ്ടിരുന്നത്, ഒരു ഘട്ടം കാര്യങ്ങൾ നല്ല നിലക്ക് പോയി, അടുത്ത ഘട്ടം പുതിയ ഗവൺമെൻറ് വന്നു. കേരളത്തിൻ്റെ അനുഭവം നേരത്തെ ഉണ്ടായ പുരോഗതി അധോഗതിയിലേക്ക് പോകുന്നതായിരുന്നു. ഇത് നമ്മുടെ അനുഭവത്തിലുള്ളതാണല്ലോ. 2006, 2011 ഓർത്ത് നോക്ക്, നല്ല പുരോഗതി ഉണ്ടായി. 2011-16 ആയപ്പോൾ നേരെ താഴോട്ട് പോയി. 16 ഞങ്ങൾ അധികാരത്തിൽ കയറുമ്പോൾ വല്ലാത്ത പരിതാപകരമായ അവസ്ഥയായിരുന്നു. അവിടുന്നല്ലേ ഉയർത്തിക്കൊണ്ടുവന്നത്. ആ ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇത്തരം നേട്ടങ്ങളെല്ലാം ഉണ്ടായത്. കോവിഡ് മഹാമാരി അടക്കം നമ്മൾ നേരിട്ട രീതി രാജ്യവും ലോകവും അത്ഭുതത്തോടെയല്ലേ നോക്കിക്കണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആരോഗ്യരംഗത്ത് സമഗ്ര പരിഷ്കരണത്തിനായി നടപ്പിലാക്കിയ ആർദ്രം മിഷൻ്റെ ഭാഗമായി നടപ്പാക്കിയ കാര്യങ്ങളാണ് എന്ന് കാണുന്നു.